പൈക്കോയിന് മൈൻ ചെയ്യുന്ന ആള് നോക്കിക്കോ, റേറ്റ് കണ്ട, ആ റേറ്റ് $122 കാണിക്കുന്നത്. നിങ്ങൾ പൈക്കോയിന് മൈൻ ചെയ്ത ആളാണോ മൈൻ ചെയ്യുന്ന ആളാണോ എന്നറിയില്ല. ഇൻ കേസ് നിങ്ങളിത് ചെയ്ത ആൾ നിർത്തിയതാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, ചെയ്യുന്ന ആളാണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാം മൈനെറ്റ് ചെക്ക് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണിത്, ഭയങ്കര റേറ്റ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ കോയിനാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് റേറ്റ് വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനാൻസുമായിട്ട് കൊലാബറേഷൻ ആകുന്നുണ്ട് എന്നാണ് കേട്ടത്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14-ാം തീയതി മാർച്ച് 14-നാണ് ഇതിൻ്റെ ആനിവേഴ്സറി ഡേ. കാരണം എന്ന് വെച്ചാൽ 2019 വന്നതാണ്, ഇപ്പോൾ 2024 5 വർഷമായി. എല്ലാവരും ഇങ്ങനെ ഡെയിലി മൈൻഡ് ചെയ്യുന്നുണ്ട്. അവർക്കാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉണ്ടാകുക. കാരണം എന്ന് വെച്ചാൽ അവർ അടുത്ത് തന്നെ ലക്ഷപ്രഭുക്കളോ അല്ലെങ്കിൽ കോടീശ്വരന്മാരോ ആകുന്നതാണ് ഉറപ്പ്. ഇത് സ്റ്റാർട്ടിങ്ങിന് ഇങ്ങനെ പറയുന്നില്ല. ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇത് ബിറ്റ് കോയിനായിട്ട് ബിറ്റ് കോയിനെ പോലത്തെ ഒരു കോയിനാണ്. ഒരു പക്ഷേ ബിറ്റ് കോയിന് അത് ഇതാവും, അതിനെക്കാട്ടി മുകളിൽ പോകും. കാരണം എന്താ പറയുക, ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞത് നമ്മൾ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അസറ്റായിട്ടോ നമുക്ക് കണക്കാക്കാം. ഇതിനെ പൈക്കോയിനെ സെയിം അതേപോലെ തന്നെ അസറ്റായിട്ടും കാണാം, ട്രേഡ് ചെയ്യാനും പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മാർക്കറ്റിൻ്റെയാണിത്. എന്താ വെച്ചാൽ ഒരുപാട് സെല്ലറുണ്ട്, ഒരുപാട് ആപ്പുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൈക്കോയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പല പ്രൊഡക്റ്റുകളും ആ സെല്ലർ എടുത്ത് വാങ്ങാം. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന $122 എന്നല്ല, അതിലും എത്രയോ വലുതാണ്. അപ്പം എന്തായാലും പൈക്കോയിനെ മൈൻ ചെയ്യുന്നവർക്ക് ഗുഡ് ന്യൂസ്, ഇനിയും വളരും.